ഇന്ന് ഓണം റെസിപ്പിയിൽ തീയലുണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം തേങ്ങ വറുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിലോട്ട്. ഒരു അര ടീസ്പൂൺ മതി. അതിലേക്ക് ഇത് 1.5 കപ്പ് തേങ്ങയുണ്ട്. ഈ തേങ്ങ എന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് തിരിച്ചതാ, അരയരുത്, ഒന്ന് തിരിച്ചെടുക്കുക വറക്കാൻ എളുപ്പത്തിന് വേണ്ടി. അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു കറിവേപ്പില, അര ടീസ്പൂൺ പെരുംജീരകം, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊന്ന് വറുത്തെടുക്കണം, ചെറിയ തീയിലിട്ട് വറുത്തെടുക്കണം. ഇതിപ്പം ചെറിയ തീയിൽ വറക്കാൻ ഇട്ടിട്ട് ഒരു അരമണിക്കൂറായി. അത്രയും മൂത്തിട്ടുണ്ട്, ഒന്നുകൂടെ മൂക്കണം. ഇനി ഈ ചീഞ്ചട്ടി ഇരുന്ന് തന്നെ ഒന്നുകൂടെ മൂക്കും. ഇനി മുളക് പൊടി മല്ലിപ്പൊടി ഇടാം. 2 ടീസ്പൂൺ മുളക് പൊടി ഇടാം, ഏറ്റവും ചെറിയ തീ വെച്ചിട്ട്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഒന്നുകൂടെ ഒന്ന് ചെറിയ തീ വെച്ചൊന്ന് മൂപ്പിക്കാം. ഇനി ഇത് ഓഫാക്കാം. ഈ ചട്ടി ഇരുന്ന് തന്നെ, ഇരുമ്പിൻ്റെ ചട്ടിയാണ്, ഇത് ഇരുന്ന് തന്നെ ഇനി ഒന്ന് മൂക്കും. ഓഫാക്കി തണുത്തിട്ട് അരച്ചെടുക്കാം. വെള്ളമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് ഒരു 1/4 ടീസ്പൂൺ കടുക്. അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി കറിവേപ്പില, ഒരു സവാള ക്യൂബായിട്ട് അരിഞ്ഞത്, അതും പച്ചമുളക്, ഉപ്പ്, ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് ചെറിയ തീയിലേക്ക് 3 മിനിറ്റ് ഒന്ന് വഴലട്ടെ. അതിലേക്ക് ഒരു പൊട്ടറ്റോ, ഇതൊരു വലിയ പൊട്ടറ്റയാണ്, അതിങ്ങനെ അരിഞ്ഞത്. മുരിങ്ങയ്ക്ക 3 മുരിങ്ങയ്ക്കയുണ്ട്. പിന്നെ ഒരു തക്കാളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊരു ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ഇത് നന്നായിട്ട് അരച്ചെടുത്ത്, വെള്ളം ഒട്ടും ചേർക്കാതെ അരച്ചെടുത്തേക്കുന്നത് അതിലേക്ക് വയ്ക്കാം. ഇതിലേക്ക് ഈ അരപ്പ് കഴുകിയത് അത് ഒഴിക്കാം. വെള്ളം ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പുളി പിഴിഞ്ഞത് അത് ഒഴിക്കാം. ഇതിപ്പം തിളച്ചിട്ടുണ്ട്. ഇനി ചെറിയ തീ വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പം 15 മിനിറ്റ് അരച്ചിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഓഫാക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞെടുക്കാം. ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്.